കുടത്തിന്റെ ചരിത്രമുണ്ട്. ആ കഥ ഞാൻ സൊല്ലട്ടുമാ. ഇന്ത്യയുടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചരിത്രം ആരംഭിക്കുന്നത് സിന്ധു നദീതട സംസ്കാരം മുതലാണ്. BC 3300 മുതൽ BC 1300 വരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് പുഷ്കലമായ സംസ്കാരമാണ് സിന്ധു നദീതടതീരത്ത് ഉണ്ടായിരുന്നത്. BC 2600 മുതൽ BC 1900 വരെ ആയിരുന്നു ഈ സംസ്കാരത്തിന്റെ ഭാഗമായ ഹാരപ്പൻ കാലഘട്ടം. ഈ വെങ്കലയുഗ സംസ്കാരം BC 2ാം സഹസ്രാബ്ദത്തിന്റെ ആരംഭത്തോടെ നാമാവശേഷമായി. ഇതിനു പിന്നാലെ അയോയുഗ വേദ കാലഘട്ടം വന്നു. ഇത് സിന്ധുഗംഗാ സമതലങ്ങളുടെ മിക്ക ഭാഗത്തും വ്യാപിച്ചു. മഹാജനപദങ്ങൾ എന്നറിയപ്പെട്ട പ്രധാന സാമ്രാജ്യങ്ങളുടെ ഉദയം ഈ കാലത്തായിരുന്നു. ഈ കാലത്തു ഇന്ത്യയുടെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യം ആയിരുന്നു ചിത്തിനപുരി. ചിത്തിനപുരിയിലെ പുതിയ രാജാവായി ധർമ്മദത്തനെ തിരഞ്ഞെടുക്കുന്ന ദിവസം തന്നെ അയൽരാജ്യമായ കപിലനാട് അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തിൽ ധർമ്മദത്തൻ രാജ്യം നഷ്ടമായി. തനിക്ക് വന്ന ഈ വിധിയെ ഓർത്ത് ധർമ്മദത്തൻ തന്റെ കുലദൈവത്തോട് പരാതി ബോധിപ്പിച്ചു. ദൈവം അവശേഷിക്കുന്ന സ്വത്തിനും കുടുംബത്തിനും കാവലായി ഒരു കാവൽക്കാരനെ കൊടുത്തു. ധർമ്മദത്തൻ കുടുംബത്തോടൊപ്പം കാവൽക്കാരനെയും കൂട്ടി അവിടെ നിന്നും പലായനം ചെയ്തു. ഒടുവിൽ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ എത്തി. അവർ അവിടെ താമസമാക്കി. ധർമ്മദത്തൻ അവശേഷിച്ച തന്റെ സ്വത്തെല്ലാം ഒരു കുടത്തിലാക്കി. തന്റെ മനയിലെ തന്നെ ഒരു അറയിൽ സൂക്ഷിച്ചു. കാവലായി ആ കാവൽക്കാരനെയും നിർത്തി. ഇങ്ങനെയാണ് ഈ കുടം ഇവിടെ വന്നത്. ഇതാണ് ഇതിന്റെ ചരിത്രം. ചേട്ടാ കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. തുറക്കണിയാ തുറക്കത്. എന്നാ നമുക്ക് അങ്ങോട്ട് തുറക്കാം അല്ലേ? എന്നാ അങ്ങോട്ട് തുറക്ക്.